നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാന് നേർക്ക് ആരംഭിച്ച അതിശക്തമായ യുദ്ധം. ഇറാന്റെ രാഷ്ട്രീയ സൈനിക തലങ്ങളിൽ നിരവധി മുതിർന്ന നേതാക്കളെ അവർ കൊലപ്പെടുത്തി. അലി ഖമനയെ വധിച്ചുകൊണ്ടായിരുന്നു യുദ്ധത്തിന് തുടക്കമിട്ടത്. പിന്നീട് ഇസ്രയേൽ അലി ലാരിജാനി അടക്കം ഏറ്റവും പ്രമുഖ നേതാക്കളെ ഒന്നൊന്നായി വകവരുത്തി. ബാസിജ് ഖബാൻറ്ററെയും പിന്നീട് ഇറാന്റെ ഇന്റലിജൻസ് മന്ത്രിയെയും അവർ വേട്ടയാടി. ഇറാന്റെ രഹസ്യാന്വേഷണ മന്ത്രി ഇസ്മായിൽ ഖതീബിനെ കൊലപ്പെടുത്തിയത് വലിയ നടുക്കമാണ് ഇറാനിൽ സൃഷ്ടിച്ചത്. പരമോന്നത നേതാവ് അലി ഖമനേയുടെ പിൻഗാമിയായി വന്ന മൊജ്തബയെ കൊലപ്പെടുത്തുമെന്ന് തുടർന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചു. ഇറാന്റെ ഭരണം നടത്തുന്ന പ്രസിഡന്റ് പെസഷ്ക്യാനിയെ വെറുതെ വിടില്ല എന്നതാണ് ഇസ്രയേൽ നിലപാട്. ഇറാൻ ചീഫ് ജസ്റ്റിസ് ഖോലം ഹൊസൈൻ മോസനിയെയും അവർ നോട്ടമിട്ടു. അലിറസ അറഫി അടക്കം നിരവധി പ്രമുഖരെ ഇപ്പോൾ തന്നെ തങ്ങളുടെ ലക്ഷ്യമായി ഇസ്രയേൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്തിനേറെ വയോധിക ഗാർഡിയൻ കൗൺസിൽ തലവൻ അഹമ്മദ് ജന്നതി വരെ ഭയപ്പെട്ടു നിൽക്കുന്നു. ഭരണകൂട തലത്തിലും സൈനിക തലത്തിലും ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്നവരെ ഒന്നൊന്നായി കൊലപ്പെടുത്തുന്ന കാഴ്ചയാണ് ലോകം കൂടുതൽ നടുക്കത്തോടെ കാണുന്നത്. മറുവശത്ത് അലി ലാരിജാനിയുടെ കൊലപാതകത്തിന് തൊട്ടു പിന്നാലെ രൂക്ഷമായ ആക്രമണമാണ് ഇസ്രയേലിന് നേർക്ക് ഇറാൻ തൊടുത്തത്. എന്നാൽ ഇസ്രയേൽ അതിന് നൽകിയ മറുപടി ലോകം ഭയക്കുന്ന തലത്തിൽ. ഇക്കഴിഞ്ഞ ദിവസം കാസ്പിയൻ കടലിലെ ഇറാനിയൻ സൈനിക ലക്ഷ്യങ്ങൾ കൂട്ടത്തോടെ തകർത്തെറിയുകയായിരുന്നു ഇസ്രയേലിന്റെ IDF. യുദ്ധം തുടങ്ങി ഇതുവരെ ഏകദേശം 20,000-ലധികം ലക്ഷ്യസ്ഥാനങ്ങളാണ് ഇസ്രയേലിന്റെ IDF തകർത്തത്. എന്നിട്ടും പ്രത്യാക്രമണം നടത്തുന്ന ഇറാന്റെ IRGC ലോകം കാണുന്നു. ഇത് സംബന്ധിച്ച കൂടുതൽ വെളിപ്പെടുത്തലുകളാണ് മൊസാദ് നടത്തിയിരിക്കുന്നത്. ഹമാസിനും ഹിസ്ബുള്ളയ്ക്കുമൊക്കെ സമാനമാണ് IRGCയുടെ ഇപ്പോഴത്തെ ആക്രമണ ശൈലി എന്ന് മൊസാദ് പറയുന്നു. അവർ മോസ്കുകൾ വലിയ ആയുധപ്പുരകളാക്കി മാറ്റി. ഇറാൻ ഭരണകൂടം പള്ളികളെ ആയുധ ഡിപ്പോകളും കമാൻഡ് ആസ്ഥാനങ്ങളുമാക്കി മാറ്റിയെന്നാണ് മൊസാദ് പറയുന്നത്. ഇതിനെ മൊസാദ് ലജ്ജാകരമെന്ന് പരിഹസിക്കുന്നു. വിശുദ്ധ സ്ഥലങ്ങളെ നിങ്ങൾ അശുദ്ധമാക്കുന്നു. ഇറാനിയൻ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് മൊസാദ് പറഞ്ഞു, ഭരണകൂട പ്രവർത്തനങ്ങളും അവരുടെ തിന്മകളും നിങ്ങൾ തിരിച്ചറിയുക. ഇറാൻ ഭരണകൂടത്തിന്റെ യഥാർത്ഥ മുഖം ലോകത്തിന് മുന്നിലെത്തിക്കാൻ ഇറാനിയൻ ജനങ്ങളോട് മൊസാദ് ആവശ്യപ്പെട്ടു. വ്യോമസേനാ താവളങ്ങളിലുള്ള ഹെലികോപ്റ്ററുകൾ തകർത്തെറിയുന്ന ദൃശ്യങ്ങൾ ഇക്കഴിഞ്ഞ ദിവസം IDF പുറത്തുവിട്ടു. പടിഞ്ഞാറൻ ഇറാനിലെ ബാസിജ് സേനയെ പൂർണ്ണമായി ലക്ഷ്യം വെച്ചിരിക്കുകയാണിപ്പോൾ ഇസ്രയേൽ. ശത്രു ആക്രമിക്കാൻ എഴുന്നേൽക്കുന്നതിന് മുൻപ് തന്നെ ശത്രുവിൻ്റെ പത്തിയടിച്ച് വീഴ്ത്തുകയാണ് IDFന്റെ പ്രഖ്യാപിത ലക്ഷ്യം. അതുകൊണ്ട് തന്നെ രൂക്ഷമായ ആക്രമണങ്ങളിലേക്ക് ഇറാൻ തിരിയുന്ന അതേ ഘട്ടത്തിൽ അതിശക്തമായ ആക്രമണങ്ങൾ ഇസ്രയേൽ തൊടുക്കുന്നു. അലി ലാരിജാനിയുടെ കൊലപാതകത്തിന് ശേഷം അതിശക്തമായ ആക്രമണങ്ങൾ തുടങ്ങിയിരുന്നു ഇറാൻ ഗൾഫ് മേഖലയിലുള്ള രാജ്യങ്ങളുടെ നേർക്ക്. ഇറാനെ തകർത്തെറിയുന്ന ഒരാക്രമണ ഘട്ടത്തിലേക്ക് ഇസ്രയേൽ ഇന്നലെ കടന്നു. സൗത്ത് പാഴ്സിന് നേർക്കായിരുന്നു ഇസ്രയേലിൻ്റെ ആക്രമണം. ഇറാന്റെ വലിയ എണ്ണപ്പാടമാണ് സൗത്ത് പാഴ്സ്. ഈ മേഖലയിൽ ആക്രമണം നടത്തിയാൽ വലിയ തീക്കുണ്ടമായി അവരുടെ എണ്ണപ്പാടം മാറും. സൗത്ത് പാഴ്സിന് നേരെയുള്ള ആക്രമണം ഇറാന് സഹിക്കാവുന്നതിലും അപ്പുറം. അതുകൊണ്ട് തന്നെ പൊടുന്നനെ അവർ ഗൾഫ് മേഖലയിലുള്ള രാജ്യങ്ങളുടെ എണ്ണശേഖരത്തിനുമേൽ ആക്രമണം തൊടുത്തു. ഇറാനിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക പാടമാണ് സൗത്ത് പാഴ്സ്. അതിനെതിരെയുള്ള ആക്രമണം ഭയാനകമായിരിക്കുമെന്ന് ഇസ്രയേൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഇറാന് നേർക്കുള്ള ഈ ശക്തമായ ആക്രമണം. ഖത്തറുമായി പങ്കിടുന്ന ഈ വാതകപ്പാടം ഇന്നലെ ഇസ്രയേൽ ബോംബിട്ട് കനത്ത നാശം വിതച്ചിരുന്നു. ഇതോടെ ഇറാൻ വല്ലാത്ത തലത്തിൽ പ്രത്യാക്രമണങ്ങൾക്ക് മുതിർന്നു. ഖത്തറിലെ റാസ് ലാഫൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ ഇറാൻ മിസൈലുകൾ തൊടുത്തു. ഇത് വലിയ നാശനഷ്ടങ്ങൾക്കിടവരുത്തി. ലോകത്തിലെ ഏറ്റവും വലിയ LNG കയറ്റുമതി കേന്ദ്രമാണിത്. ഇതോടെ അമേരിക്കയും അപകടം പണത്തു. പരസ്പരമുള്ള ആക്രമണത്തിൽ ഒരുപക്ഷെ എണ്ണശേഖരം ഒന്നൊന്നായി കത്തിയമരും. അത് എണ്ണവില ക്രമാതീതമായി ലോകത്തിൽ ഉയർത്തും. ഇതോടെ സൂക്ഷ്മതയോടെ നീങ്ങാൻ അമേരിക്ക ഇസ്രായേലിനോട് അഭ്യർത്ഥിച്ചു. സൗത്ത് പാഴ്സിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെക്കുറിച്ച് തനിക്ക് മുൻകൂട്ടി അറിയില്ലായിരുന്നു എന്നാണിപ്പോൾ ട്രംപ് പറയുന്നത്. ഇറാനെ വിറപ്പിച്ചുകൊണ്ടാണ് ഇസ്രയേൽ നടത്തിയ അതിശക്തമായ ഈ ആക്രമണം. ഇറാൻ ഇനി ഖത്തറിനെ ആക്രമിക്കും വരെ സൗത്ത് പാഴ്സിനെ ഉന്നമിടരുത് എന്ന് ട്രംപ് ഇസ്രയേലിനോട് പറഞ്ഞു. എന്നാൽ ഖത്തറിന് നേർക്കിനി ആക്രമണത്തിന് മുതിർന്നാൽ സൗത്ത് പാഴ്സ് ഓർമ്മയാക്കിയേക്കാനാണ് ട്രംപ് ഇസ്രയേലിനോട് പറഞ്ഞിരിക്കുന്നത്. ഇറാനിലെ സൗത്ത് പാഴ്സിന് നേർക്ക് ഇസ്രയേൽ നടത്തിയ ആക്രമണം
അക്ഷരാർത്ഥത്തിൽ ലോകത്തെ വിറപ്പിക്കുന്നു. ആക്രമണത്തിൽ യുഎസിനോ ഖത്തറിനോ പങ്കില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ഇറാന്റെ പ്രകൃതിവാതക സംസ്കരണ കേന്ദ്രത്തിൽ മേലിൽ ഇത്തരം ആക്രമണങ്ങൾ ഇസ്രയേൽ നടത്തില്ല എന്നാണ് ട്രംപ് പിന്നീട് പറഞ്ഞത്. എന്നാൽ ഖത്തറിലെ ഊർജ്ജ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചാൽ ഇതിനേക്കാൾ ഭയാനകമായ ആക്രമണങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരും. ഖത്തറിന് നേർക്ക് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ പ്രകൃതിവാതക പ്ലാന്റുകൾക്ക് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഉൽപാദനം തടസ്സപ്പെട്ടു. ഗണ്യമായ നാശനഷ്ടമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. സംഘർഷം കൂടുതൽ വഷളാകാനുള്ള സാഹചര്യങ്ങൾ മുൻനിർത്തിയാണ് അമേരിക്കയുടെ ഇസ്രായേലിനോടുള്ള നിർദ്ദേശം. തൊട്ടാൽ വിവരമറിയുമെന്നാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിന് ഇസ്രായേൽ മറുപടി കൊടുക്കുന്നത്. ഇനിയും ഗൾഫ് രാഷ്ട്രങ്ങളെ നിങ്ങൾ ആക്രമിച്ചാൽ അതിനുള്ള മറുപടി ഭയാനകമായിരിക്കും. നേതാക്കൾ ഒന്നൊന്നായി ഉന്മൂലനം ചെയ്യപ്പെടുന്നു. മറുവശത്ത് അവരുടെ ഊർജ്ജ സംഭരണ കേന്ദ്രങ്ങൾ പോലും ഏറ്റവും അപകടകരമായ തലത്തിൽ. അടിക്ക് തിരിച്ചടി, അതാണ് ഇറാന് നേർക്കുള്ള ഇസ്രയേൽ ശൈലി. യുദ്ധം കൈവിട്ടു പോകുമോ എന്ന ഭയപ്പാട് ലോകത്തിൽ പടരുന്നു. പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലകളിലൊന്നായ കുവൈറ്റിലെ ബിന അൽ അഹമ്മദി റിഫൈനറിക്ക് നേരെ ഇറാൻ മിസൈലുകൾ തൊടുത്തു. വലിയ തീപിടുത്തം മേഖലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. തെക്കൻ കുവൈറ്റിലുള്ള ബിന അബ്ദുള്ള റിഫൈനറിയും ആക്രമിക്കപ്പെട്ടു. കുവൈറ്റ് പെട്രോളിയം കോർപ്പറേഷൻ ഇക്കാര്യങ്ങൾ സ്ഥിരീകരിച്ചു. ഖത്തറിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ LNG ഹബ്ബായ റാസ് ലഫാൻ വ്യവസായ നഗരത്തിന് നേർക്കാണ് ഇസ്രാൻ മിസൈൽ ആക്രമണം നടത്തിയത്. UAE അബുദാബിയിലെ ഹബ്ഷാൻ ഗ്യാസ് പ്ലാന്റിനു നേർക്കും ബാബ് എണ്ണപ്പാടത്തിനും നേർക്കും ആക്രമണം. UAE തീരത്തെ ഒരു കപ്പലിന് നേർക്കും ഇറാൻ മിസൈലുകൾ തൊടുത്തു. സൗദി അറേബ്യയിലെ യാൻബു തുറമുഖത്തുള്ള സാറം റിഫൈനറിക്ക് നേരെയും വ്യോമാക്രമണം നടന്നു. ഇതോടെയാണ് ഇസ്രയേൽ അതിമാരകമായ ആക്രമണങ്ങളിലേക്ക് തിരിഞ്ഞത്. ഇറാൻ ഭയപ്പെട്ടു. ഇറാന്റെ ഭാവിയെ കരുതി ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന വലിയ തോതിൽ നാശം വരുത്തുന്ന ആക്രമണത്തിന് അനുമതി നൽകാൻ തൽക്കാലം മാർഗമില്ല എന്നാണ് പിന്നീട് ട്രംപ് വ്യക്തമാക്കിയത്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക പാടമായ ഇറാന്റെ സൗത്ത് പാഴ്സ്, ഇറാന്റെ മൊത്തം വാതക ഉൽപാദനത്തിന്റെ 70% നടക്കുന്നത് ഇവിടെയാണ്. ഈ പ്രദേശം ഇറാനും ഖത്തറും സംയുക്തമായി അവകാശപ്പെട്ടത്. ആക്രമണങ്ങളെ തുടർന്ന് ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നു. എണ്ണവില ഉയർത്തുക തന്നെയാണ് ഇറാന്റെ പ്രത്യാക്രമണ ലക്ഷ്യവും. എന്നാൽ മറുവശത്ത് ഇസ്രായേലിന്റെ നേർക്ക് നിരവധി ക്ലസ്റ്റർ ഹെഡുകളുള്ള മിസൈലുകൾ ഇറാൻ പ്രയോഗിച്ചു. ആക്രമണത്തിന്റെ മറുപടി അതിരൂക്ഷമായി. തങ്ങളുടെ ഭൂപ്രദേശം ഉപയോഗിച്ച് ആക്രമണം നടത്താൻ അമേരിക്കൻ സൈന്യത്തിന് ഗൾഫ് രാജ്യങ്ങൾ അനുമതി നൽകുന്നു എന്നതാണ് ഇറാന്റെ ആരോപണം. ഇതിനു മറുപടിയായാണ് മിസൈലുകൾ എന്ന് ഇറാൻ പറയുമ്പോൾ ഇപ്പോഴിതാ ഗൾഫ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിൽക്കുന്നു. വേണ്ടി വന്നാൽ യുദ്ധതലത്തിലേക്ക് തങ്ങൾ പ്രവേശിക്കും എന്ന മുന്നറിയിപ്പാണ് ഗൾഫ് രാജ്യങ്ങൾ ഇറാന് നൽകുന്നത്. തങ്ങളുടെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ ഇനിയും ആക്രമണമുണ്ടായാൽ ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ കൂടുതൽ ആക്രമണങ്ങൾ നടത്തുമെന്ന ഇറാന്റെ ഭീഷണി ഇപ്പോൾ ഇസ്രായേൽ പുച്ഛിച്ചു തള്ളുന്നു. ഏതെങ്കിലും തലത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായാൽ സൈനിക നടപടിക്കുള്ള അവകാശം തങ്ങൾക്കുള്ളത് ഇറാൻ മറക്കരുതെന്നാണ് സൗദി അറേബ്യയുടെ മുന്നറിയിപ്പ്. നേരത്തെ ഇറാൻ, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്പ്, സൗദി അറേബ്യ, UAE, ഖത്തർ എന്നിവിടങ്ങളിലെ നിരവധി എണ്ണശാലകളിൽ ഒഴിപ്പിക്കൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ആക്രമണമുണ്ടായാൽ ഇറാൻ ചാരമാകുമെന്ന് ഇസ്രയേൽ പ്രതികരിച്ചു. ഗൾഫ് രാജ്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ഇസ്രയേൽ നടത്തുന്ന അതിശക്തമായ ആക്രമണം, ഇസ്രയേലിലേക്കുള്ള പ്രത്യാക്രമണങ്ങൾ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തെറിയുന്നു. എന്നിട്ടും ഇന്നലെ ഇസ്രയേലിന് നഷ്ടപ്പെട്ടത് വിലപ്പെട്ട 4 ജീവനുകൾ. ഇറാന്റെ ആക്രമണങ്ങൾ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് ഗൾഫ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി പറഞ്ഞു. അയൽക്കാർക്കെതിരായ ആക്രമണം നിർത്തണമെന്ന് ഇറാനോട് ഗൾഫ് രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നു. ഇറാന്റെ പ്രത്യാക്രമണങ്ങൾ ഇപ്പോൾ കൂടുതൽ കോപാകുലരാക്കിയിരിക്കുകയാണ് ഗൾഫ് രാജ്യങ്ങളെ. അവർ ഒറ്റക്കെട്ടായി യുദ്ധത്തിൽ പങ്കുചേർന്നൊരു തിരിച്ചടിക്കുള്ള പദ്ധതി തയ്യാറാക്കുന്നു. മറുവശത്ത് ഇസ്രയേൽ തങ്ങളുടെ ദൗത്യം ഓരോ നിമിഷവും പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന അതിശക്തമായ കാഴ്ച. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.